അയ്യപ്പദാസ് വിടുമ്പോൾ വിടാതിരിക്കല്ലോ ഞാൻ. സമ്മതിക്കാത്ത എന്താ ഇത്ര അസഹിഷ്ണുത എന്തിനാ? അല്ല, നിങ്ങൾ എന്താ അയ്യപ്പദാസ് ഉദ്ദേശിക്കുന്നേ? നിങ്ങൾക്ക് വൈകുന്നേരം കടിച്ചു കയറാമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരണമെന്നോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ലൈവാണ്, ആളുകൾ കാണുകയാണ്. നിങ്ങൾ ആളെ നോക്ക് സർ, വേറെ പാർട്ടിയെ നോക്ക്. ഈ മെറിറ്റിൽ ഈ വിഷയത്തിലേക്ക് സമീപിക്കും മുമ്പ് ഈ മംഗളൂരു യാത്ര നമുക്കൊന്ന് ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് സർക്കാർ ഏതൊക്കെ പ്രതിരോധത്തിലായോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നോ അതിനോടെല്ലാം CPM ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ മംഗളൂരു യാത്ര. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പ് VD സതീശൻ നടത്തിയൊരു യാത്ര എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡീലാവുന്നത്? അതിന്റെ യുക്തി ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും അയ്യപ്പദാസിന് മനസ്സിലാവുന്നതും അയ്യപ്പദാസ് മനസ്സിലായില്ലെന്ന് നടിക്കുന്നതുമായ ഒരു കാര്യമാണ് അങ്ങ് ചോദിച്ചത്. കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പ്രധാനപ്പെട്ട പേരുകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ ആണോ മറ്റ് 2 പേരാണോ എന്നുള്ള ചർച്ച നടക്കുന്നു. ഗവൺമെന്റ് ചാർജ് എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ല അങ്ങനെയാണോ അദ്ദേഹം റിസൾട്ട് വരുന്നതിന് മുമ്പല്ലേ? ഞാൻ പറയട്ടെ, അതേ റിസൾട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നത്? അതായത് മുമ്പ് അദ്ദേഹം നടത്തി അല്ല, UDF ആണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടല്ലോ, അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നും അവർക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾക്കല്ലേ ഉള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നേ, അവരെ സംബന്ധിച്ച് തർക്കമില്ലല്ലോ. ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നോക്കൂ, നിങ്ങൾ ഇത്രത്തോളമൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും ഈ ഇത്ര വലിയ ആഘാതം തോൽവി പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പൊതുവിലുള്ള വിലയിരുത്തൽ. മറ്റ് വിഷയങ്ങളിൽ പലതും പാർട്ടിയെ അംഗീകരിച്ചിട്ടില്ല, നടക്കുന്ന ചർച്ചകൾ പലതും മാധ്യമ സൃഷ്ടിയാന്ന് പറയും. പക്ഷെ ഇത്ര വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല. അത് ഒറ്റക്കെട്ടായി CPM സംബന്ധിച്ചൊരു കാര്യമാണ്. തോൽവിയാണോ ചർച്ച ചെയ്യുന്നത്? മംഗലാപുരമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. CPM തോറ്റതിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? അല്ലല്ല, ഇതെന്താ ഈ ചോദ്യത്തിൽ അങ്ങേക്ക് ഇത്ര പ്രശ്നം? എന്റെ ചോദ്യം അല്ല, നിങ്ങൾ പ്രതീക്ഷയോടെ തുടർ ഭരണത്തിന് കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഡൈവേർട്ട് ചെയ്യുകയല്ല, നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നതിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്ലല്ല, നോക്കൂ, ഒരു സെക്കൻഡ്, എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ, ഒരു തവണ കേൾക്കൂ, എന്നിട്ട് ഞാൻ ഒരു സെക്കൻഡ്. LDF തുടർ ഭരണം 3.0 എന്ന് പ്രതീക്ഷിച്ച് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളെ മുമ്പ് തോൽവി സമ്മതിച്ചിട്ടില്ലല്ലോ. 100 സീറ്റ് ഉറപ്പിച്ചല്ലേ നിങ്ങൾ നിൽക്കുന്നത്? തുടർ ഭരണം ഉറപ്പെന്നല്ലേ? 85 മിനിമം എന്നല്ലേ? അങ്ങനെ ഇരിക്കെ ഇവിടെ അദാനിക്ക് അറിയാം ഭരിക്കാൻ പോകുന്ന UDF ആണ്. അതുമാത്രമല്ല, അദാനിക്കറിയാം മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് VD സതീശനാണ്. എന്നിട്ട് വിഴിഞ്ഞിട്ട് ഡീൽ ഉറപ്പിച്ചു. ഇതൊരുമാതിരി മറ്റേ VD സതീശൻ ചെന്ന ഉടനെ പ്രധാനമന്ത്രി വിളിച്ച് നാളെ റെയ്ഡ് നടത്തിട്ടോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമല്ലേ? ശ്രീ അയ്യപ്പദാസ്, ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കല്ലേ. എൻ്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം തന്നിട്ട് ഈ വ്യാഖ്യാനം അങ്ങനെ എടുത്തു വെക്ക്. കാരണം VD സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ LDF തോക്കുമെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെയാണല്ലോ അത് അങ്ങിപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത്. തിരിച്ച് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കേരളത്തിൽ ഉയരുന്നൊരു പ്രശ്നം, VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി മത്സരിച്ച ഒരാളാണെന്ന് ആരും തർക്കമില്ലല്ലോ. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരാൻ നിൽക്കുകയാണ്. ഇതാണല്ലോ അവരുടെ 2 പേരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 2 പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ 2 പേരുടെയും എന്നുള്ള 2 പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് VD സതീശൻ ഒരു വിമാന ടിക്കറ്റ് എടുത്ത് മംഗലാപുരത്തുമായി തർക്കം വരുമോ? VD സതീശൻ ഒരു ഫ്ലൈറ്റ് തീവണ്ടിക്കകത്ത് ട്രെയിനകത്ത് യാത്ര ചെയ്തായി സംശയം വരുമോ? ശരി, ഒരു കാറിൽ അദ്ദേഹം പോയ സംശയം വരുമോ? ചോദ്യം എന്താണ് അയ്യപ്പദാസ്, നിങ്ങൾ എന്തിനാ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്? സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് എന്തായാലും പറയട്ടെ, എന്തിനാ അങ്ങനെ ധൃതി പിടിക്കുന്നത്? വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി മാത്രം ചോദിക്കുകയാണ്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ എന്നാ അയ്യപ്പദാസ് പറഞ്ഞു. അല്ല, അതെന്താണ് ശ്രീ ഗോപൻ അങ്ങനെ ഒരു പണക്കം? എന്റെ ഒരു 1.5 മിനിറ്റ് ചോദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ 8-9 മിനിറ്റ് നിങ്ങൾ തന്നെ ഡൈവേർട്ട് ചെയ്തു. അല്ല, എനിക്ക് യുക്തി മനസ്സിലാക്കി തന്നാൽ ഇപ്പൊ എന്താ രമേശ് ചെന്നിത്തല ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ലേ? അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു VD സതീശനാണ് മുഖ്യമന്ത്രിയാവുന്നത്. അത് 20 ദിവസത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച തീരുമാനം ഇത്ര അസഹിഷ്ണുത എന്തിനാ? ശ്രീ ഗോപൻ, തോറ്റിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അങ്ങ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചാണ് ഇടപെട്ടത്. 5 മിനിറ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താ അസഹിഷ്ണുത ശ്രീ ഗോപൻ? 5 മിനിറ്റ് കാര്യത്തിൽ അയ്യപ്പദാസിന്റെ തോൽവി എനിക്ക് മനസ്സിലാവും. എനിക്ക് അസഹിഷ്ണുത ഞാൻ തോറ്റു മതിയോ? അയ്യപ്പദാസ് പ്രതീക്ഷിച്ച VD സതീശൻ അല്ല എന്നുള്ളൊരു എനിക്കെന്ത് പ്രതീക്ഷ സാർ? എനിക്കെന്ത് പ്രതീക്ഷ? എനിക്കെന്ത് പ്രതീക്ഷ? ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ഡെസ്പറേഷൻ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ?
ഇത്രയ്ക്കൊക്കെ desperate ആണോ നിങ്ങൾ? എന്നെ നിങ്ങൾ ഇൻസൾട്ട് തോൽവി കൊണ്ട് ഇല്ലാതായോ? എനിക്ക് തോൽവിയിൽ അസഹിഷ്ണുത എന്ന് പറഞ്ഞ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുപോകാനാണ് എവിടേക്ക് താങ്കൾ എന്നെ നിങ്ങൾ വെറുതെ ഈ എന്താണ് VD സതീശൻ ചെന്ന് പറഞ്ഞപ്പോഴേക്കും ശരി നാളെ ലൈവ് നടത്തുക എന്ന മണ്ടത്തരം പറഞ്ഞല്ലേ CPM അല്ലേ? മണ്ടത്തരം പറഞ്ഞല്ലേ? ഇത് തോൽവിയുടെ ചർച്ചയല്ല ഇവിടെ, തോൽവിയുടെ ചർച്ചയല്ല. സാഹചര്യം മനസ്സിലാവണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ശ്രീ ഗോപൻ. ഒരു സെക്കൻഡ്, അങ്ങനെ പറ്റില്ല. ഇത് ആരോടാണ് ഇത് പറയുന്നത്? പരിഹാരം കഴിക്കുന്ന മലയാളികളോട് നിങ്ങൾ പറയുന്നത് ഇവിടെ ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയില്ല, ഇവിടെ മുഖ്യമന്ത്രി ആരാൻ പോകുന്ന അറിയില്ല. ഈ UDF അധികാരത്തിൽ വരുന്ന പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കണം, നാടിന് മുഴുവൻ അറിയാമായിരുന്നു, ഇതിലെ പോയ എല്ലാ ഈച്ചയ്ക്കും പാറ്റയ്ക്കും വരെ അറിയാമായിരുന്നു. പക്ഷേ LDF മാത്രമേ അറിയില്ലായിരുന്നു. അത് സമ്മതിച്ചാൽ മതി, തോക്കുമെന്ന്. ഞാൻ ആ വിഷയം വിടും. അയ്യപ്പദാസ് വിടുമ്പോൾ വിടാതിരിക്കല്ലോ ഞാൻ. അയ്യപ്പദാസിന് ഇഷ്ടമുള്ളപ്പോ വിഷയം സമീപനമാണ് ശ്രീ ഗോപൻ കൊണ്ടുവന്ന ഈ അങ്ങേക്ക് വളരെ പെട്ടെന്ന് മംഗളൂരു യാത്രയിലേക്ക് പോകാം. അപ്പൊ വളരെ ലോജിക്കലായ ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി. വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ ശ്രീ ഗോപൻ? ഇല്ല, ഞാൻ നിർത്തി അയ്യപ്പദാസെ. നിങ്ങൾക്ക് ചർച്ച അവരെ രണ്ടുപേരെ വെച്ച് നടത്താം. വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ? ഞാൻ നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞാൻ നിർത്തി. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച ശേഷം വളരെ പെട്ടെന്ന് മംഗളൂരിലേക്ക് പോയപ്പോൾ എനിക്കൊരു സംശയം. എങ്ങനെയാണ് കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ള പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് അത് UDF ആണെന്ന് തീരുമാനിച്ച് അതിനു മുന്നേ അദാനി ഈ സതീശനെ കൊണ്ടുപോകുന്നു? ഇനി 20 ദിവസം എടുത്ത് ഹൈക്കമാൻഡ് സതീശനെ തീരുമാനിക്കാൻ. ഇത് ചോദിക്കാൻ പാടില്ല. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണോ? അപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും കേരളത്തിലാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് പറയാമോ? പറയാം, എനിക്ക് മറുപടി പറയാം. പക്ഷെ ഇത്ര അസഹിഷ്ണുത വേണ്ട. ഒരു ചോദ്യം ഇടപെട്ട് ചോദിക്കുമ്പോൾ ഇത്ര അസഹിഷ്ണുത വേണ്ട. അല്ല, എത്ര സമയം തരും? ഇനി ഒരു മിനിറ്റ് തരൂ, കാരണം 10-15 മിനിറ്റ് ആയില്ലേ നമ്മൾ തമ്മിൽ. അല്ല, നിങ്ങൾക്ക് അസഹിഷ്ണുത. എനിക്കെന്താ അസഹിഷ്ണുത? അല്ല, നിങ്ങൾക്ക് അസഹിഷ്ണുത. എനിക്കെന്താ അസഹിഷ്ണുത? താങ്കൾ 5 മിനിറ്റ് പറയാൻ സമയത്തിന് ശേഷം ഞാൻ ഉപചോദ്യം മംഗളൂരു ചോദിച്ചപ്പോൾ താങ്കൾ ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? മംഗളൂരു യാത്ര ഇതാണ്, ഞാൻ യെസ് എന്ന് മുള്ളെന്നാണ്. അത് ബുദ്ധിമുട്ടല്ലേ സാർ? അല്ല, നിങ്ങൾ എന്താ അയ്യപ്പദാസ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾക്ക് വൈകുന്നേരം കടിച്ചു കയറാമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരണമെന്നോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ലൈവാണ്, ആളുകൾ കാണുകയാണ്. നിങ്ങൾ ആളെ നോക്ക് സർ, വേറെ പാർട്ടിയെ നോക്ക്. എന്തായാലും നിങ്ങളുടെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ജീവിക്കുന്നവരല്ലോ ഞങ്ങൾ ഇടതുപക്ഷം. നിങ്ങളുടെ സൗജന്യം കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഞങ്ങൾ. അതിരിക്കട്ടെ സർ, അതിരിക്കട്ടെ സർ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ നിങ്ങൾ അനുവദിക്കണം. എവിടെ അനുവദിക്കാത്തതാണ് ചോദ്യം. 5 മിനിറ്റ് അങ്ങേ ഞാൻ ഇന്ററപ്റ്റഡ് ആയിട്ട് കേട്ട ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മംഗളൂരു യാത്ര താങ്കൾ പറഞ്ഞെങ്കിൽ റാൻ മുള്ളെന്നാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അത് ബുദ്ധിമുട്ടല്ലേ? തിരിച്ചു ചോദിക്കാൻ പാടില്ലെന്നുള്ളത്. ഏത് കാലത്താണ് സാർ ജീവിക്കുന്നത്? ഇത്ര ബുദ്ധിമുട്ടോ നിങ്ങൾക്ക്? 5 മിനിറ്റ് അങ്ങേ കേട്ടിട്ടല്ലേ ഉപചോദ്യം ചോദിക്കുന്നത്? അല്ലെ താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങേ ഘട്ടത്തിൽ ഇനി സംസാരിക്കുന്നില്ല. എനിക്ക് പറയാമോ അയ്യപ്പദാസേ? ഞാനൊരു ചോദ്യമേ ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല. ദയവായി യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അങ്ങ് ഉത്തരം പറയുക. അത് വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക. അല്ല, അത് വീണ്ടും വീണ്ടും അത് മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് ആവർത്തിച്ചോണ്ടിരിക്കുക. മറുപടി പറയാൻ സമ്മതിക്കത്തില്ല. മറുപടി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റ് വിശദീകരിച്ചാണ് സാർ. ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ ജനാധിപത്യമുള്ള രാജ്യത്തല്ലേ? തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലേ? അത് വിശദീകരിക്കാൻ എനിക്ക് അവകാശമില്ലേ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്നു. 5 മിനിറ്റ് അങ്ങേക്ക് ഒരു തടസ്സമില്ല സംസാരിക്കാൻ ശേഷമല്ലേ ഞാൻ ചോദ്യം ചോദിച്ചത്? എനിക്കും ചോദിക്കാൻ അവകാശമുണ്ട്. ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് മാത്രമല്ല ചോദിക്കാൻ അവകാശം, എനിക്കും അവകാശമുണ്ട്. ചോദിച്ചോളൂ. നിങ്ങൾ VD സതീശനെ വെളുപ്പിക്കാനേ ഞങ്ങളുടെ ചെലവിൽ വെളുപ്പിക്കണ്ട. നിങ്ങളങ്ങ് വെളുപ്പിച്ചോണ്ടാ മതി. കഷ്ടമാണ് സർ. അല്ല, നിങ്ങളങ്ങ് വെളുപ്പിച്ചാൽ ഞങ്ങളുടെ ചെലവിൽ വെളുപ്പിക്കണം. കഷ്ടമാണ്, അത്രേ ഉള്ളൂ. കഷ്ടമാണ് അല്ലേ? അല്ലേ? എന്തല്ലേ? മറുപടി പറയാൻ എന്നെ സമ്മതിക്കണ്ടേ? എവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ അനുവദിക്കണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കഷ്ടം സാർ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കഷ്ടം. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പരാജയപ്പെടുന്നതും ജയിക്കുന്ന കാര്യം? അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ആണല്ലോ, വ്യക്തമാണല്ലോ. ഞാൻ ചോദിക്കുന്ന വിഷയം അതല്ല. നിങ്ങൾ ചോദിച്ചതിനെ ഞാൻ സമ്മതിക്കുന്നു. പരാജയപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു, എന്തോ ആയിക്കൊള്ളട്ടെ. അവിടുത്തെ വിഷയം അതല്ല. എന്റെ വിഷയം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ മത്സരിച്ച ഒരാൾ, അദ്ദേഹം 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വിമാനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. പോയി കണ്ടത് ഇപ്പോഴത്തെ വിവാദ വിഷയമായ അദാനിയുടെ വൈസ് പ്രസിഡന്റിനെയാണ്. ഇതിനുള്ള ചെലവ് ആര് വഹിച്ചു? എന്തിനായിരുന്നു പോയി കണ്ടത്? ആര്യാട മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനാണോ 40 ലക്ഷം രൂപയ്ക്ക് വിമാനയാത്ര നടത്തിയത്? അതിന് അയ്യപ്പദാസിന് മറുപടി ഉണ്ടെങ്കിൽ പറ. ഞാൻ എന്തിനു മറുപടി പറഞ്ഞ? അതിനാ ചോദ്യം ചോദിക്കാനാണോ അസംസ്കൃതിയിരിക്കുന്നത്? ഞാൻ ചോദിക്കാം അവിടേക്ക്. ഇത് ഞാനെന്ത് ഉത്തരം പറയാനാ? എനിക്കെങ്ങനെ അറിയാം VD സതീശൻ എന്തിനു പോയെന്ന്, ആരുടെ കാശിന് പോയെന്ന്? എനിക്കെങ്ങനെ അറിയാൻ? പിന്നെ അങ്ങ് ചോദിച്ചല്ല എന്തോ? അങ്ങ് ചോദിച്ചല്ല? ഞാനതൊന്നും ചോദിച്ചില്ല. ഞാൻ വളരെ ലോജിക്കലായ ചോദ്യം ചോദിച്ചത്. അവിടെ അദാനിക്ക് അറിയാമായിരുന്നു
ഇവിടെ UDF ജയിക്കും. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ചോദിച്ചെന്നേ ഉള്ളൂ. അത് താങ്കൾക്ക് അതിലാകെ അസ്വസ്ഥനായി ഞാൻ എന്ത് ചെയ്യാനാണ്? താങ്കൾ പൂർത്തിയാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോയിട്ട് വരാം. ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല അയ്യപ്പദാസെ. അത് തിരിച്ചറിയാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലാതായി. തീർന്നില്ലേ പ്രശ്നം? ഞങ്ങൾ പരാജയപ്പെടുമെന്ന് അറിയാനുള്ള ശേഷി. എനിക്കൊരു പ്രശ്നമില്ല ശ്രീ വസന്ത. ശ്രീ ഗോപൻ 5 മിനിറ്റ് അങ്ങ് സംസാരിച്ച ശേഷം ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങി. അങ്ങേക്കേണ്ട അസ്വസ്ഥയാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. അത് തിരിച്ചറിഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. VD സതീശനെ വിളിപ്പിക്കുക എന്നുള്ളതൊക്കെ അങ്ങ് വേറെ എവിടെയും പോയി പറഞ്ഞാൽ എന്റെ അടുത്ത് പറയാം. വീണ്ടും അങ്ങ് ഇൻസൾട്ട് ചെയ്യരുത്. എന്ത് ഇൻസൾട്ട്? അയ്യപ്പദാസിനുള്ള അസ്വസ്ഥത എനിക്കില്ല. എന്നെ ഈ VD സതീശനെ വിളിപ്പിക്കാന്ന് പറഞ്ഞ ഇൻസൾട്ട് അല്ലേ? ഞാൻ തിരിച്ചു പറയട്ടെ. കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ പറയട്ടെ, അയ്യപ്പദാസിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ കണ്ടിരിക്കുന്നവരോടാണ്. എന്റെ മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ചാണ് എനിക്ക് കമ്മിറ്റ്മെന്റ്. വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അയ്യപ്പദാസ് ഉദ്ദേശിച്ചെടുത്ത് VD സതീശനെ വിളിപ്പിക്കാൻ അങ്ങ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, ഒരു മിനിറ്റ്. VD സതീശനെ വിളിപ്പിക്കാൻ എന്നെ പറഞ്ഞത് ഇൻസൾട്ട് അല്ലേ? ഇൻസൾട്ട് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം പറയാൻ പറ്റുക? ഇപ്പോൾ ഈ സർക്കാരിന്റെ അനുമതി വേണം, പക്ഷെ അത് മറികടന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി, ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് വസ്തുതാപരമാണോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 പ്രതികരണങ്ങൾ വേറെ വരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കേരളീയ സമൂഹം മുഴുവൻ ഉയർത്തുന്ന ഒരാശങ്കയുണ്ട്. ആ ആശങ്ക അദാനിയുടെ ഷെയർ MSC വാങ്ങിച്ചതോടുകൂടി ബലപ്പെട്ടിരിക്കുന്നു. അദാനിയുടെ ഈ പ്രശ്നത്തെ ഭംഗ്യന്തരേണ അല്ലെങ്കിൽ ധ്വന്യാർത്ഥത്തിൽ, ഭംഗ്യന്തരേണ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ധ്വന്യാർത്ഥത്തിൽ ഞാൻ ഉന്നയിച്ചതിരിക്കട്ടെ, ഞങ്ങൾ പറയുന്നതിരിക്കട്ടെ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരാരോപണം പോലെ ഉന്നയിച്ചു. അതായത് കേരളം അദാനി തെറ്റിദ്ധരിച്ചത് BJP ഭരിക്കുന്ന സംസ്ഥാനം പോലെയാണ് കേരളം എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയ്യപ്പദാസിൻ്റെ പത്രബുദ്ധിയിൽ അത് അദാനിക്കെതിരായിട്ടുള്ള ആരോപണമാണോ, അത് നടപ്പിലാക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആരോപണമാണോ? നിങ്ങളെന്തായാലും എന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതുപോലെ KC വേണുഗോപാലിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കത്തില്ലല്ലോ. ഒന്നത്. രണ്ടാമത്, മറുപടി തന്നിട്ട് പോകുന്നതാണോ നല്ലത്? ഇതിനകത്ത് ഉന്നയിച്ച ഈ പ്രശ്നത്തിലെ ഗൗരവമുള്ള കാര്യം ഏതാ? എങ്ങനെ അങ്ങ് ഉന്നയിച്ച ഒന്ന് എന്ന് പറഞ്ഞതിനോട് ഇപ്പൊ പ്രതികരിച്ചു പോകുന്നതാണോ നല്ലത്, അതോ അങ്ങ് സംസാരിച്ച ശേഷം മതിയോ? നമ്മളൊക്കെ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അറിഞ്ഞ വിവരം അനുസരിച്ച് അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അങ്ങ് നിർത്തിയേക്കാം. അയ്യപ്പദാസിന് വിഷമം ഉണ്ടാവണ്ട. കാരണം ഈ MSC എന്ന കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് എടുക്ക്. അവർ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെടുത്തി വലിയ കേസുകളിൽ 5 രാജ്യങ്ങളിലെങ്കിലും നിലവിൽ കേസുണ്ട് അവർക്കെതിരായിട്ട്. ഇനി കേരളവുമായിട്ട് അവർക്ക് കേസില്ലേ? കേരള തീരത്ത് വെച്ച് കപ്പലപകടം ഉണ്ടായപ്പോൾ അതിന്റെ നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? അവർ ആ കേസിൽ നഷ്ടപരിഹാരം തന്നോ? കേരള സർക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീഗൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന MSC ഇങ്ങനെ അദാനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് അതിന്റെ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ ചെയ്യുന്നത്. അങ്ങേക്ക് വിഷമമാകില്ലെങ്കിൽ എന്റെ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാമോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൂടി അങ്ങേക്ക് വിഷമമാവില്ലെങ്കിൽ എന്താ ചോദ്യം? അല്ല, ഞാൻ എന്റെ ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഉള്ളിൽ. ഈ സർക്കാരിന്റെ അനുമതി വേണം, അത് മറികടന്നു എന്നാണ് മനസ്സിലാവുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്? അങ്ങേക്ക് വിഷമാവില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല, ചോദ്യം വ്യക്തമായില്ല. അതായത് സർക്കാരിന്റെ അനുമതി വേണം, മുൻകൂർ അനുമതി വേണം, ഇത് മറികടന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിന്റെ ലോജിക്ക് എന്താണ്? അങ്ങേക്ക് വിഷമമാവില്ലെങ്കിൽ അതിന്റെ മറുപടി വേണം. അല്ല, എനിക്ക് എന്തിനാ അയ്യപ്പദാസെ വിഷമം? ഈ വിഷമം എന്നുള്ള എന്നോട് സൂചിപ്പിച്ച ഓർമ്മയുണ്ടോ? അങ്ങയുടെ സംസാരത്തിനിടയിൽ അതിന്റെ മറുപടിയായിട്ട് കൂട്ടിയാകുന്ന രീതിയിൽ അങ്ങ് ഇത് നേരെ ചർച്ച ചെയ്യാൻ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ് സാർ. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ്. ഞാനിതും കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. അയ്യപ്പദാസിന് വിഷമാവേണ്ടെന്നാണ് പറഞ്ഞത്. ആ വാക്ക് തന്നെ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാവിൽ ഇടയ്ക്ക് കിടക്കുന്നതാണ്, നമ്മൾ തീരുമാനിക്കുന്നതാണ്. അങ്ങ് എന്തടിസ്ഥാനത്തിൽ അത് പറഞ്ഞു? അയ്യപ്പദാസിന് വിഷമാവേണ്ട നിർത്തിയേക്കാന്ന് ഞാൻ തിരിച്ചു പറയും. അങ്ങേക്ക് വിഷമാവില്ലെങ്കിൽ ഉത്തരം പറയൂ. അല്ല, എനിക്ക് വിഷമമില്ല അയ്യപ്പദാസ്. അപ്പൊ കൊണ്ടാൽ എന്താ, കൊടുത്താ എന്താന്ന് പറയില്ലേ? കൊടുത്താ എന്തോന്ന് പറയില്ലേ? അങ്ങ് തുടക്കം മുതൽ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ എന്നോട് ഉപയോഗിച്ചത്. ഇപ്പൊ വിഷമാവുന്നത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കണം അങ്ങ് പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഇരിക്കുന്ന സ്ഥലം മാറിപ്പോയി. അങ്ങ് എന്നോട് വിഷമാവണ്ട എന്ന് പറയുന്നത് കേട്ട് ഞാൻ അങ്ങ് വെറുതെ പോകുന്നു വിചാരിച്ചെങ്കിൽ അങ്ങേക്ക് തെറ്റിപ്പോയി. അത്രേ ഉള്ളൂ. മറുപടി ഉണ്ടോ? ഞാൻ എന്താ വേണോ അയ്യപ്പദാസ്? അങ്ങ് ഇങ്ങോട്ട് തന്നു, ഞാൻ തിരിച്ചങ്ങോട്ട് തന്നു, അത് കഴിഞ്ഞു. ഇനി ഉത്തരം പറഞ്ഞു. അയ്യപ്പദാസ് വാങ്ങിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല സാർ. അങ്ങ് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞത് വാങ്ങി ബാഗിലിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പറഞ്ഞു, തിരിച്ചു പറഞ്ഞു. ഇനി അങ്ങേക്ക് ഉത്തരം പറയാം. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ അത് സൗകര്യമാണെങ്കിൽ ഉപയോഗിച്ചു.
എന്താണ്? ഒന്നുമില്ല. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ അത് സംതൃപ്തി അടയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അല്ല, അങ്ങ് എന്നോട് എനിക്ക് വിഷമം തിരിച്ച് അങ്ങേക്ക് പറയുമ്പോൾ അങ്ങേക്ക് കൊള്ളും, എനിക്ക് കൊള്ളാതിരിക്കാൻ എന്താ യന്ത്രമോ? വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണം സാർ. ഇത് കൊടുക്കൽ വാങ്ങലാണ് കേട്ടോ. അങ്ങ് എന്ത് പറഞ്ഞും കേട്ട് പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ ഈ സബ്ജക്ട് ചർച്ച ചെയ്യണമെന്നും ഈ സബ്ജക്റ്റിന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സാർ ഞാൻ ഒരു കാര്യം പറയാം, ഓരോ 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളൂടെ ഉണ്ടല്ലോ, അത് കേൾപ്പിക്കാനാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമില്ല. ഇല്ല, നിങ്ങൾ ഇത് വിചാരിക്കുന്നുണ്ടോ? അങ്ങേക്ക് വിഷമാവുന്നില്ല എന്നുള്ള വാക്ക് വിഷമാക്കുന്നില്ല, നിർത്താം എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുന്നു സാർ. എഴുന്നേറ്റ് നിങ്ങൾ അങ്ങ് എഴുന്നേറ്റ് തല്ല് സാർ. അല്ല, നിങ്ങൾ അങ്ങ് എഴുന്നേറ്റ് കൊടുത്തതാണ് തിരിച്ചു കിട്ടുന്നത്, അത്രയും വിചാരിച്ചാൽ വിചാരിക്കണ്ട കേട്ടോ. വാക്കുകളൊക്കെ സൂക്ഷിച്ച് കാണും, അപ്പുറത്തിരിക്കുന്ന ആളെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നു പറയാതിരിക്കല്ല ഞാൻ കൊടുത്ത. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനോ? ഞാൻ സംസാരിച്ച് ഇല്ലെങ്കിൽ ഇതുപോലെ കേൾക്കും. എന്തോ അങ്ങനെ മിടുക്കനാവണ്ട. എന്തോ 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 അങ്ങനെ മിടുക്കനാവണ്ട. എന്തോ അല്ല, അങ്ങനെ മിടുക്കനാവണ്ട. അങ്ങ് ആവണ്ട. ഞാൻ അങ്ങോട്ട് 8 മിനിറ്റ് സംസാരിച്ച് നിർത്താൻ പറയുമ്പോ വിഷമമാവണ്ട അയ്യപ്പാസൻ എന്ന് പറഞ്ഞാൽ അത് കേട്ട് പെട്ടിയിലാക്കി പോകാൻ സൗകര്യപ്പെടില്ല സാർ. അത്രേ ഉള്ളൂ. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ തുടങ്ങിയതാണ് ഞങ്ങള്. നിങ്ങൾ അങ്ങനെ പെട്ടിയിലൊന്നും പൂട്ടണ്ട. നിങ്ങൾക്ക് വൈകുന്നേരം കടിച്ചു കയറാൻ ഞങ്ങൾ ചിലർ വന്നിരിക്കുമോ നിങ്ങൾ ധരിക്കുകയും വേണ്ട. അത് നിങ്ങളുടെ കൈ വെച്ചിട്ട് അങ്ങ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അങ്ങ് കണ്ടാൽ മതി, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഇത് യൂട്യൂബിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് നോക്കിയാൽ മതി. കഴിഞ്ഞിട്ട് ആ കയ്യിൽ വെച്ചാൽ മതി. അതിന് എനിക്കും പറയാനുള്ളത്, വിഷമം എന്നുള്ള വാക്ക് അങ്ങ് കയ്യിൽ വെക്കുക. അങ്ങ് എറിഞ്ഞാൽ ഞാൻ തിരിച്ചറിയും. അങ്ങേക്ക് കൊള്ളുന്നില്ല, എനിക്ക് കൊള്ളാത്തൊന്നും അങ്ങേക്ക് കൊള്ളേണ്ട ആവശ്യമില്ല. വിഷയം ചർച്ച ചെയ്യാനല്ല ഇന്ന് വിളിച്ചെന്ന് മനസ്സിലായി. എങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്റെ ചോദ്യത്തിനാണോ അങ്ങ് ഉത്തരം പറയൂ? 8 മിനിറ്റ് സംസാരിച്ചില്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? 8 മിനിറ്റ് സംസാരിച്ച് എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം, അത് മറികടന്നൊന്ന് മനസ്സിലാവുന്നു. ഈ പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു? അങ്ങ് കേൾക്കാഞ്ഞിട്ടാണോ? ഞാൻ വിശദീകരിക്കാം. അല്ല, അതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞൊന്നും ശരിയല്ല. ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ കേൾക്കാത്ത പോലെ മറ്റു പലതും പറയുക ചെയ്തു കേട്ടോ. 8 മിനിറ്റ് അങ്ങ് സംസാരിച്ചു. 8 മിനിറ്റ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വേറെ വിഷയം എടുത്തിരും. ഇപ്പൊ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ അങ്ങയുടെ അവസാനത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നതാ, അപ്പോഴും അങ്ങ് പഴയത് എടുത്തിടുക. അതിന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ മറുപടി പറയാൻ പാടില്ല. ഇതല്ലേ സത്യം? ഭയങ്കരതാണ് സാറേ. ഞാൻ മറുപടി പറയട്ടോ? എനിക്ക് ഇടപെടത്തില്ലല്ലോ. 1.5 മിനിറ്റ് ഇടപെടില്ല. 1.5 മിനിറ്റ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കില്ല? അങ്ങ് പറഞ്ഞത് മൂളി കേട്ടോണ്ടിരിക്കാൻ അങ്ങയുടെ ദാസനല്ല, ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, തിരിച്ചു പറഞ്ഞിരിക്കും. അങ്ങയുടെ നാവിൽ നിന്ന് വേണ്ടാത്ത വന്നാൽ ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും. എന്റെ മോലാളി അല്ല നിങ്ങൾ. അത്ര തന്നെ അയ്യപ്പദാസേ, എന്റെ മോലാളി അല്ല. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് വിഷമാവാന്ന് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ കൊള്ളുന്നേ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അത് VD സച്ചിൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഉദ്ദേശം എന്തുവാ? നിങ്ങൾ തീർക്കാനല്ല ഉദ്ദേശിക്കുന്നേ. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അല്ലല്ല, നിങ്ങൾ തുടങ്ങി വെച്ചതാ. ഞാനൊന്നും ഇൻസൾട്ട് ചെയ്ത, ഞാൻ മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ വിഷയം ചർച്ച ചെയ്യാനല്ല ഇത് ചർച്ച വിളിച്ചത്. മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായ ദേഷ്യമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഈ അവസ്ഥയിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്നെ ഉപയോഗിക്കണ്ട. നിങ്ങൾ അയ്യപ്പദാസെ അങ്ങ് എനിക്ക് 1.5 മിനിറ്റ് തന്നതിന് എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? പറ്റും. അതിന് അവസരമുണ്ടോ? അതോ ഞാൻ തുടങ്ങുമ്പോൾ വീണ്ടും കയറി ഇടപെടുവോ? പറയാമല്ലോ, ഇടപെടത്തില്ലല്ലോ. അതായത് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി അല്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഇങ്ങനെ അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ ഷെയർ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ട് വാർത്തകൾ വരുന്നു, ഷെയറിന്റെ വാർത്തകൾ വന്നു. നിങ്ങളുടെ പത്രവും എല്ലാവരുടെയും പത്രവും കൊടുത്തു. വളരെ കാര്യമായി ആ പത്രങ്ങളെല്ലാം അത് കവർ ചെയ്തു. നമ്മളൊക്കെ പ്രതീക്ഷ എന്താ? രാവിലെ പത്രം വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് വിഴിഞ്ഞത്തേക്ക് ഒരു നിക്ഷേപം വരുന്നു എന്നാണ്. കാരണം ഞങ്ങൾ തന്നെ വലിയ നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിച്ചതാ. പക്ഷെ സംഭവിച്ചത് എന്താ? അദാനിയുടെ ഷെയർ അദാനി 10 ഇരട്ടി വിലയ്ക്ക് വിറ്റു. സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പോർട്ടിന്റെ ഷെയർ അദാനിയുമായിട്ട് കൊടുത്ത് അദാനിയുടെ കരാർ അവസാനിച്ച് അദാനി പിരിഞ്ഞു പോയിട്ടില്ല. ആ സ്ഥിതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി വേണം. സ്റ്റേറ്റ് ഗവൺമെന്റ് അനുമതി കൊടുക്കാത്ത സ്ഥിതിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് അനുമതി പുറത്തു വരാത്ത സ്ഥിതിക്കും അതിന്റെ ഉത്തരവാദിത്വം തുറമുഖ വകുപ്പും നിയമവകുപ്പും ധനകാര്യ വകുപ്പും പൊതുഭരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം.